ഇല്ല, ബഹുമാനമൊന്നുമല്ല ദൈവമേ, അതൊരിക്കലും തോന്നില്ല. ഞാൻ പൃഥ്വിരാജിനോട് ചോദിച്ചാൽ പൃഥ്വിരാജ് പറഞ്ഞായിരുന്നല്ലോ എന്നോട് അവന് തോന്നിട്ടുണ്ടാവും. അവൻ എന്റെ സിനിമ കണ്ട അവന് ബഹുമാനം തോന്നട്ടെ. അതല്ല, എനിക്ക് സിനിമ കണ്ടിട്ട് തോന്നിയത്, ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് എന്നെ കാണാതിരുന്ന സിനിമകൾ തോന്നിയിട്ടുണ്ട്. ബഹുമാനത്തിനേക്കാൾ ഉപരി എനിക്ക് ഞാൻ സിനിമ കാണുമ്പോൾ അത് വേറെ ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് തോന്നിയിട്ടുണ്ട്. അതിപ്പോ മേരിക്കുട്ടി കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്, വെള്ളം കാണുമ്പോൾ ചില സിനിമകളെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. കാരണം അത് എന്റെ സ്വഭാവം, എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ ചിരിക്കുന്ന പോലെ ഞാൻ നടക്കുന്ന പോലെ ഒന്നും അല്ല. കാണുമ്പോഴത്തേക്ക് ഒരു ചമ്മൽ തോന്നാറുണ്ടോ ചേട്ടാ? നേരത്തെ പണ്ടത്തെ സിനിമ ഇപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ തോന്നുന്നത് അല്ലല്ലേ? എനിക്ക് ചേട്ടന്റെ സ്വപ്നം കൂടെ കാണുമ്പോ തോന്നാറുണ്ട്. ഇല്ല, ഞാൻ അതിന്റെ ഓർമ്മകളിലേക്ക് പോകും. വന്നുഴപ്പനായിരുന്നല്ലോ ഞാൻ ആ സമയത്ത്. കമൽ സാറൊക്കെ വന്നിട്ട് ജയ ഒന്നും മിണ്ടാതിരിക്കും, എല്ലാത്തിനും ചീത്തയാക്കിയത് ഞാൻ. പൃഥ്വിരാജിനെ ചാക്കോച്ചനൊക്കെ ഇതിനേക്കാൾ നല്ലായിരുന്നു. ഏക്കത്തിന് നശിപ്പിച്ചിട്ട് ഞാൻ പടത്ത്. എനിക്കറിയില്ല, അത് ജന്മന കിട്ടിയതായിരിക്കും. അപ്പോ ആ സിനിമ ഞാൻ പറഞ്ഞു വന്നത്, ചില സിനിമകൾ കാണുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. എല്ലാ സിനിമകളും കാണുമ്പോഴും അത് കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നല്ലേ എന്ന് തോന്നാറുണ്ട്. അത് തോന്നണമല്ലോ, പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം ഇത് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്ന ഒരു സിനിമ എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവരുത്, മറ്റുള്ളവർക്ക് നന്നായിട്ട് തോന്നിക്കോട്ടെ. പക്ഷെ ഞാൻ അതിന്റെ നല്ലതിനേക്കാൾ ഉപരി എന്റെ നെഗറ്റീവ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും വളരാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് വെള്ളവും സണ്ണിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടനോട് ഭയങ്കര സ്നേഹം തോന്നിയായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും വിളിച്ച് പറഞ്ഞില്ല. അതാ പക്ഷെ അത് ഇത്രയും വലിയ ഓഡിയൻസിന് മുന്നിലേക്ക് ഞാൻ പറയല്ലേ, അതൊരു വലിയ കാര്യല്ലേ? ഭയങ്കര വലിയ കാര്യം. എനിക്കറിയാം. ഓക്കെ, ജോൺ ലൂതർ സിനിമയുടെ പ്രിവ്യൂ കണ്ടപ്പോൾ ഈ നടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. അല്ല, അത് സത്യം പറഞ്ഞാൽ അത് ഏട്ടൻ കഥ അന്ന് ഓക്കെ എന്ന് പറഞ്ഞ സമയത്ത് ആണ് എനിക്ക് അത്രയും സ്നേഹമല്ല, അത്രയും എനിക്ക് ബഹുമാനം തോന്നി ഏട്ടനെ. കാരണം അതെ, അന്ന് ഏട്ടന് നോ പറഞ്ഞെങ്കിൽ ഞാനിന്ന് എന്തായാലും ഇവിടെ നിൽക്കൂല. ഞാനിപ്പോഴും വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യായിരുന്നു. ബേസിക്കലി എഡിറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ എഡിറ്റർ ആയിട്ട് തന്നെ അങ്ങനെ നിന്നേനെ. പക്ഷെ ഏട്ടനിപ്പോ അന്ന് പറയേണ്ട കാര്യമില്ല. ഏട്ടനത് വിശ്വാസം കൊണ്ട് അല്ല, അതാണ് അതെ എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ് ഏട്ടന്റെ ആയസ്. സത്യം, ഇവൻ എന്ത് പണ്ടേ ഞാൻ നല്ല സ്ക്രിപ്റ്റ് കൊണ്ട് ഞാൻ പക്ഷെ അല്ലല്ല, ഇതെല്ലാം കൂടി വന്ന് ചേരണമല്ലോ. നമ്മളിപ്പോൾ ഒരാൾ വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു നല്ലതാണെന്ന് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. കാരണം അദ്ദേഹത്തിന് സിനിമ ചെയ്യാൻ ഒരു പ്രാപ്തനല്ല എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഇൻഡ്യൂഷൻ വേണമല്ലോ. അവനത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ്. കാരണം ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് അറിയാമെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. അവൻ ആരും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഒരു സിനിമ പോലെ സംവിധാനം ചെയ്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ മറ്റേ സീൻസ് വെട്ടിക്കണ്ടു ചോദിക്കുന്ന ആളോട് ഓക്കെ നമുക്ക് സംവിധാനം നല്ലൊരു എഡിറ്റർ, നല്ലൊരു സംവിധായകൻ. എന്റെ മുന്നേ ഇത് കാണുന്ന എഡിറ്റേഴ്സ്